നമ്മളിപ്പോൾ 3 എണ്ണവും കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 3 വാട്ടർ ഫീഡർ മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഒരു സൈഡിൽ എനിക്കൊരു സപ്പോർട്ട് ആഡ് ചെയ്യണമെങ്കിൽ അത് അവിടെ മറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 എണ്ണം കണക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹാങ് ചെയ്തിടണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അടുത്തതായിട്ട് നമ്മൾ 3 ഇഞ്ചിനെ 2 ഇഞ്ചായിട്ട് റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ 2 ഇഞ്ചിനെ റെഡ്യൂസർ ബുഷ് വെച്ചിട്ട് 1 ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സെറ്റപ്പിൽ നമ്മുടെ 3:2 റെഡ്യൂസറിന്റെ താഴേക്കുള്ള വെള്ളം നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആ വെള്ളം നമ്മൾ ഒരാഴ്ച ഒരിക്കലെങ്കിലും കളഞ്ഞ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഒരു ബോൾ വാൽവ് കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ബോൾ വാൽവ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ചിന്റെ പൈപ്പ് 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചിരുന്നത്. വേറൊരു ഡയറക്ഷനിലേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു എൽബോ വെച്ച് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് ബോൾ വാൽവ് കണക്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മളുടെ വാട്ടർ ഫീഡർ സെറ്റപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബോൾ വാൽവിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത വെള്ളം, അതായത് ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ വാട്ടർ ഫീഡറിൻ്റെ നേരെ നടുക്ക് വെച്ചിരിക്കുന്ന വാട്ടർ ഫീഡറിൻ്റെ നേരെയാണ് വെച്ചിരിക്കുന്നത്. അത് ചരിച്ചാണെങ്കിലും വെക്കാം. ഞാനിപ്പോൾ ഇതൊന്നും തമ്മിൽ ഒട്ടിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം. നമ്മൾ വെള്ളം ആയതുകൊണ്ട് ഒന്ന് ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒട്ടിക്കുക. ആദ്യം ഒന്നെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഒട്ടിച്ച് വെക്കാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് PVC പൈപ്പ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് വേണം കോഴികൾക്ക് വെള്ളം കൊടുക്കാൻ. അപ്പോൾ ആദ്യം നമ്മളൊന്ന് മൊത്തം, അതായത് നമ്മൾ ചെയ്തിട്ടുള്ള എൻ്റെ സിസ്റ്റത്തിൽ കൂടെ ആ വെള്ളം ഒന്ന് ഒഴുക്കി കളയണം. അത് ഒഴുക്കി കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം നിറക്കണം. ഇപ്പോൾ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഫങ്ഷണൽ ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് ഇങ്ങോട്ടും ആക്കിയിട്ട് അതിൻ്റെ അത് വെള്ളം നിറയുന്നത് വെള്ളം കളഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓരോന്നിലും അത് ട്രൈ ചെയ്ത് നോക്കണം. വെള്ളം ലീക്കില്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. മുഴുവൻ വെള്ളം ഒന്നുകൂടെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ കോഴിക്കൂട്ടിൽ കൊണ്ടുപോയി പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ ഒരു കുറ്റിയിലാണ് ഇത് കൊണ്ടുവന്ന് കെട്ടി വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാങ് ചെയ്തിടാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളുടെ സെറ്റപ്പ്. ഇത്രയാണ് നമ്മുടെ വാട്ടർ ഫീഡർ. ഇതൊരു അൾട്ടിമേറ്റ് വാട്ടർ ഫീഡർ അല്ല. ഇതിൽ നമുക്ക് ഇനി മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ഇടുക. ഞാനും അത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് ചെയ്യുക. എനിക്കറിയാവുന്നതൊക്കെ തിരിച്ച് റിപ്ലൈ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.